ഹലോ ഫ്രണ്ട്സ്, ആഘോഷം ഏതായാലും സ്പീക്കറുകളും മസ്റ്റാണല്ലോ. ഉച്ചത്തിൽ പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിലും ഒന്ന് ഡാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിലും സ്പീക്കറുകൾ കൂടിയേ തീരും അല്ലേ. അതുകൊണ്ട് ഏത് ആഘോഷ പരിപാടികളിലും ഒഴിവാക്കാൻ പറ്റാത്ത വസ്തുവാണ് സ്പീക്കർ. സ്പീക്കറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ടാകുമല്ലോ. എന്നാൽ എപ്പോഴെങ്കിലും സ്പീക്കറുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതുകൂടാതെ പെൻസിൽ, പിയാനോ എന്നിവയെല്ലാം നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫാക്ടറി ടിവിയുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഫാക്ടറിയിൽ വെച്ച് സ്പീക്കർ, പിയാനോ, പെൻസിൽ പോലുള്ള വസ്തുക്കൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് പറയാൻ പോകുന്നത്. സോ നമ്പർ 3, പിയാനോ. പിയാനോ ഇഷ്ടമില്ലാത്തവർ വളരെ ചുരുക്കം പേരായിരിക്കില്ലേ. പിയാനോ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പിയാനോ നിർമ്മിക്കുന്നതിന് വേണ്ട അസംസ്കൃത വസ്തു പ്ലൈവുഡ് ആണ് കേട്ടോ. ഈ പ്ലൈവുഡ് വളരെ മനോഹരവും നല്ല തിളക്കമുള്ളതൊക്കെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ല ഭംഗിയുള്ള പിയാനോകളൊക്കെ നമുക്ക് നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ. ആരും തന്നെ പ്ലൈവുഡിന് ആവശ്യമായിട്ടുള്ള അളവിൽ മുറിച്ചെടുക്കുന്നു. ശേഷം അതിനെ പിയാനോയുടെ ഡിസൈനിലേക്ക് രൂപപ്പെടുത്തുന്നു. ഇങ്ങനെയാണ് പിയാനോയുടെ പുറമെയുള്ള ഭാഗമൊക്കെ നിർമ്മിക്കുന്നത്. അതിനുശേഷം പിയാനോയുടെ ഉള്ളിലേക്ക് PCB ആംപ്ലിഫയറുകൾ ഫിറ്റ് ചെയ്യുന്നു. ഇത് പിയാനോ നിർമ്മാണ പ്രക്രിയയിലെ ഒരു പ്രധാന ഘട്ടമാണ്. കാരണം ഈ ആംപ്ലിഫയറുകളാണ് പിയാനോയിലെ ശബ്ദത്തിന്റെ തീവ്രതയ്ക്ക് തീരുമാനിക്കുന്നത്. ആ ആംപ്ലിഫയറുകളോടൊപ്പം തന്നെ ഹൈ ക്വാളിറ്റിയിലുള്ള ശബ്ദങ്ങളും അറ്റാച്ച് ചെയ്യുന്നു. പിന്നീട് ആദ്യം നിർമ്മിച്ചു വെച്ച പിയാനോയുടെ പുറം ഭാഗവുമായിട്ട് ഈ ആംപ്ലിഫയറുകളെ കണക്ട് ചെയ്യുന്നു. ഈ പണികളെല്ലാം മിക്കപ്പോഴും യന്ത്രങ്ങളല്ല, മറിച്ച് തൊഴിലാളികൾ തന്നെയാണ് ചെയ്യാറുള്ളത്. പിയാനോയുടെ പുറം ഭാഗവും ആംപ്ലിഫയറുകളും ഒക്കെ നിർമ്മിക്കുന്നത് എങ്ങനെ എന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. പിയാനോയിലെ നിറത്തിലും വെളുത്ത നിറത്തിലുമുള്ള കാർബൈഡ് പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് പിയാനോയുടെ കീബോർഡ് നിർമ്മിക്കുന്നത്. 36 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ വെച്ചിട്ടാണ് കീബോർഡിലുള്ള ഓരോ കീകളും നിർമ്മിക്കാറുള്ളത്. ഓരോ കീകളും കൃത്യമായ അളവിലാണ് നിർമ്മിക്കുക. അതിനുശേഷം ആ കീകൾ ഓരോന്നിനെയും ഓട്ടോമാറ്റിക് റോബോട്ടിക് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് പിയാനോ ബോർഡിലേക്ക് കൃത്യമായിട്ട് ഫിറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ ഈ പണി ചെയ്യുന്നത് തൊഴിലാളികൾ തന്നെ ആയിരിക്കും. പിന്നീട് ആ കീബോർഡിനെ ആംപ്ലിഫയറുകളുമായി കണക്ട് ചെയ്യുന്നു. അതിനുശേഷം പിയാനോയ്ക്ക് വേണ്ട നിറം നൽകുന്നു. നല്ല വിലയേറിയ പെയിന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് പിയാനോകൾക്ക് നിറം നൽകാറുള്ളത്. പിന്നീട് മെഷീന്റെയും മറ്റും സഹായത്തോടെ ആ പിയാനോയുടെ ഓഡിയോ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നു. ആ ടെസ്റ്റിന് ശേഷം പിയാനോയെ പാക്ക് ചെയ്യാൻ തുടങ്ങും. പാക്കിംഗ് പണികൾ ചെയ്യുന്നതെല്ലാം ഫാക്ടറിയിലെ തൊഴിലാളികൾ തന്നെ ആയിരിക്കും കേട്ടോ. സോ നമ്പർ 2, പെൻസിൽ. എഴുതാനും വരയ്ക്കാനും ഒക്കെ ഒരുപോലെ ആവശ്യമുള്ള ഒരു വസ്തുവാണ് പെൻസിൽ എന്ന് പറയുന്നത്. പെൻസിൽ ഉപയോഗിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ലല്ലേ. നിത്യേന എല്ലാവരും ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ തന്നെ ഒന്ന് തന്നെയാണ് പെൻസിൽ. നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏത് ബ്രാൻഡിന്റെ പെൻസിലാണ്? ഇപ്പൊ തന്നെ കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. പെൻസിൽ ഏതായാലും അവ നിർമ്മിക്കുന്നതിനുള്ള പ്രക്രിയ ഒന്ന് തന്നെയാണ്. പെൻസിൽ നിർമ്മാണ പ്രക്രിയയുടെ ആദ്യഘട്ടം ലെഡ് നിർമ്മിക്കുക എന്നതാണ്. ഗ്രാഫൈറ്റ്, ക്ലേ എന്നിവ കൃത്യമായ അളവിൽ യോജിപ്പിച്ചുകൊണ്ടാണ് ലെഡ് നിർമ്മിക്കാറുള്ളത്. ഇടയ്ക്കിടെ ആ മിശ്രിതത്തിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നു. ഉയർന്ന ഊഷ്മാവിൽ വെച്ചുകൊണ്ട് ആ മിശ്രിതത്തെ ചൂടാക്കിയെടുക്കുന്നു. അങ്ങനെയാണ് ലെഡ് നിർമ്മിക്കുന്നത്. പിന്നീട് ആ ലെഡിനെ ഒരു ഡ്രൈ മെഷീനിലേക്ക് മാറ്റിയെടുക്കുന്നു. അതിനുശേഷം ഏകദേശം 10 മിനിറ്റോളം നേരം ആ ലെഡിനെ തീ വെച്ച് ചൂടാക്കിയെടുക്കുന്നു. ലെഡ് നല്ല മൃദുവായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ലെഡിനെ വാക്സിലേക്ക് ഇട്ട് വെക്കുന്നു. പിന്നീട് ലെഡിനെ കളർ ചെയ്യാൻ തുടങ്ങും. കണ്ടെയ്നറുകളിൽ ആവശ്യമായിട്ടുള്ള കളർ ഇട്ട ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ലെഡ് ചേർക്കുന്നു. ആ മെഷീൻ ഓൺ ചെയ്യുമ്പോൾ ലെഡിനൊപ്പം ആ കളർ മിക്സ് ആയിട്ട് വരുന്നു. അങ്ങനെ പെൻസിൽ ലെഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. അടുത്ത ഘട്ടം പെൻസിലിന്റെ പുറം ഭാഗം നിർമ്മിക്കുക എന്നതാണ്. അതിനുവേണ്ടി മരം ആവശ്യമാണ്. മരത്തെ കട്ടിംഗ് മെഷീനിൽ വെച്ച് ആവശ്യമായ അളവിൽ മുറിച്ചെടുക്കുന്നു. അതിനുശേഷം അതിനിടയിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ലെഡ് ചേർക്കുന്നു. പെൻസിലിന് കൃത്യമായിട്ടുള്ള ഷേപ്പ് നൽകുക എന്നതാണ് അടുത്ത ഘട്ടം. അതിനുവേണ്ടി ഒരു മെഷീനിലേക്ക് മാറ്റും. ആ മെഷീനിൽ വെച്ച് കൃത്യമായ ഷേപ്പിൽ പെൻസിലുകളെ മുറിച്ചെടുക്കുന്നു. പെൻസിലുകളുടെ പുറം ഭാഗത്തിന് കളർ നൽകുക എന്നതാണ് അടുത്ത ഘട്ടം. അതിനുവേണ്ടി യന്ത്രങ്ങളുടെ സഹായം തേടുകയാണ് ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ള കളർ നൽകുന്നതോടെ പെൻസിൽ ഏറെ ആകർഷകമായിട്ട് മാറും. പിന്നീട് പെൻസിലിലെ കമ്പനിയുടെ സിംബൽ പ്രിന്റ് ചെയ്യും. അതിനുശേഷം ആ പെൻസിലുകളെ ഡ്രൈയിങ് റൂമിൽ വെച്ച് ഉണക്കിയെടുക്കുന്നു. പിന്നീട് ആ പെൻസിലുകളുടെ ഗുണമേന്മ പരിശോധിക്കുന്നു. അതിനുശേഷം ആ പെൻസിലുകൾ പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതാണ് പെൻസിൽ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടം എന്ന് പറയുന്നത്. നിത്യേന നമ്മൾ കാണുന്നതും ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഓരോ വസ്തുക്കൾക്കും പിന്നിൽ എത്ര മണിക്കൂറിന്റെ അധ്വാനമാണ് ഉള്ളതല്ലേ. ഫാക്ടറി ടിവിയുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഇപ്പൊ തന്നെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ആദ്യമായാണ് ഫാക്ടറി ടിവിയിൽ നിന്നുള്ള വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുമല്ലോ. സോ നമുക്ക് നമ്പർ 1ലേക്ക് പോകാം. അതാണ് നമ്മുടെ സ്പീക്കർ.
സ്പീക്കറുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യ പടി എന്നത് ഒരു കാന്തിക വസ്തു നിർമ്മിക്കുക എന്നതാണ്. ആ വസ്തു നിർമ്മിക്കാനായിട്ട് ഇരുമ്പിന്റെ ഷീറ്റുകൾ ആവശ്യമാണ്. മെറ്റൽ കട്ടർ ഉപയോഗിച്ച് ഇരുമ്പിനെ ചെറിയ ഷീറ്റുകളായിട്ട് മുറിച്ചെടുക്കുന്നു. ഏകദേശം 13 മില്ലിമീറ്റർ അളവിലാണ് ഇരുമ്പ് ഷീറ്റുകൾ മുറിച്ചെടുക്കുക. പിന്നീട് അവയെ ബെൻഡർ മെഷീനിൽ വെച്ച് ചെറിയ പൊടിയാക്കി മാറ്റിയെടുക്കുന്നു. ആ മിശ്രിതത്തെയാണ് പിന്നീട് കാന്തമായിട്ട് മാറ്റിയെടുക്കുന്നത്. കാന്ത നിർമ്മാണം തന്നെയാണ് എല്ലാ സ്പീക്കർ നിർമ്മാണത്തിന്റെ ആദ്യ ഘട്ടം. പിന്നീട് സ്പീക്കറിന്റെ ബോഡി നിർമ്മിക്കുന്നതിന് വേണ്ടി സ്റ്റീൽ ഷീറ്റുകളെ വൃത്താകൃതിയിൽ മുറിച്ചെടുക്കുന്നു. ആ ഷീറ്റുകളിൽ മതിയായ അളവിൽ തുളയിടുന്നു. ആ തുളകളിൽ കൃത്യമായിട്ട് ഈ പ്ലാസ്റ്റിക് ബാസ്ക്കറ്റ് പോലുള്ള വസ്തുവിനെ പശ ഉപയോഗിച്ച് ഒട്ടിച്ചു വെക്കുന്നു. ഈ പ്ലാസ്റ്റിക് ബാസ്ക്കറ്റിനെ നേരിട്ട് സ്റ്റീൽ ഷീറ്റിന്റെ മുകളിലേക്ക് ഒട്ടിച്ചു വെക്കുകയല്ല ചെയ്യുന്നത്. ആദ്യം തന്നെ ആ പ്ലാസ്റ്റിക് ബാസ്ക്കറ്റുകളെ തിളച്ച വെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കുന്നു. അതിനുശേഷമാണ് അവയെ സ്റ്റീൽ ഷീറ്റിന്റെ മുകളിലേക്ക് ഉറപ്പിച്ചു വയ്ക്കുന്നത്. അങ്ങനെ സ്പീക്കർ നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ടം പൂർത്തിയാകുന്നു. അതിനുശേഷം ഉയർന്ന വോൾട്ടേജിലുള്ള വൈദ്യുതി ഈ സ്പീക്കറിലൂടെ കടത്തിവിടുന്നു. സ്പീക്കറിലെ വോയിസ് കോയിൽ ഘടിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാന ഘട്ടമെന്ന് പറയുന്നത്. വോയിസ് കോയിൽ ഉള്ളത് കൊണ്ടാണല്ലോ സ്പീക്കറിൽ നിന്ന് ശബ്ദമൊക്കെ പുറത്തേക്ക് വരുന്നത്. വോയിസ് കോയിൽ ഫിറ്റ് ചെയ്ത ശേഷം സ്പീക്കറിന്റെ മുകളിലേക്ക് ഫ്ലെക്സിബിൾ ഫോം റിങ്ങുകൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. കാന്തത്തിനും വോയിസ് കോയിലിനും ഇടയിലുള്ള സമ്പർക്കത്തെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റിങ്ങുകൾ ഫിറ്റ് ചെയ്യുന്നത്. സ്പീക്കറിന്റെ ഓഡിയോ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ ഈ റിങ്ങുകൾ സഹായിക്കുന്നു. സ്പീക്കർ നിർമ്മാണത്തിന്റെ അടുത്ത ഘട്ടം കോണുകൾ നിർമ്മിക്കുക എന്നതാണ്. സാധാരണയായിട്ട് ഫൈബറിന്റെ ഷീറ്റുകൾ കൊണ്ടാണ് സ്പീക്കറിനുള്ളിൽ കാണപ്പെടുന്ന കോണുകളൊക്കെ നിർമ്മിക്കാറുള്ളത്. ആ കോണുകളെ നിർമ്മിക്കുന്നതിനും അതിനുവേണ്ട ഡിസൈനുകൾ നൽകുന്നതുമെല്ലാം ഫാക്ടറിയിലെ തൊഴിലാളികൾ തന്നെയാണ്. കോണിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് അവയെ നേരത്തെ നിർമ്മിച്ചു വെച്ച സ്പീക്കറിന്റെ മുകളിലേക്ക് ഫിറ്റ് ചെയ്ത് വെക്കുന്നു. വോയിസ് കോയിലിനുള്ളിൽ പൊടി കയറാതിരിക്കാൻ വേണ്ടി ഡസ്റ്റ് ക്യാപ്പുകളും ഫിറ്റ് ചെയ്യുന്നു. വോയിസ് കോയിലിന്റെ ഉള്ളിൽ പൊടി കയറുകയാണ് എന്നുണ്ടെങ്കിൽ അത് സ്പീക്കറിന്റെ ഓഡിയോ ക്വാളിറ്റിയെ സാരമായി ബാധിക്കുമല്ലോ. അതുകൊണ്ട് വോയിസ് കോയിലിന്റെ മുകളിലായിട്ട് ഡസ്റ്റ് ക്യാപ്പുകൾ ഫിറ്റ് ചെയ്യേണ്ടത് എന്തുകൊണ്ടും അനിവാര്യമാണ്. വോയിസ് കോയിലിൽ ഡസ്റ്റ് ക്യാപ്പുകൾ ഘടിപ്പിച്ചു കഴിഞ്ഞാലുള്ള അടുത്ത ഘട്ടം എന്നത് വയറിംഗ് ആണ്. സ്പീക്കറിന്റെ ഉള്ളിൽ ധാരാളം വയറുകൾ ഉള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. പിന്നീട് ട്രാൻസ്മിറ്റർ മെഷീനുകളുടെയും മറ്റു സഹായത്തോടെ സ്പീക്കറിന്റെ ഓഡിയോ ക്വാളിറ്റി പരിശോധിക്കുന്നു. ഒരു പ്രത്യേക രീതിയിലുള്ള മുറിയിൽ വെച്ചിട്ടാണ് സ്പീക്കറിന്റെ ഓഡിയോ ക്വാളിറ്റി പരിശോധിക്കാറുള്ളത്. ഈ ഘട്ടത്തിൽ പല ആവൃത്തിയിലുള്ള ശബ്ദം സ്പീക്കറിനുള്ളിലൂടെ കടത്തിവിടും. അങ്ങനെ സ്പീക്കറിന്റെ മൊത്തത്തിലുള്ള പ്രകടനം എങ്ങനെയുണ്ടെന്ന് വിലയിരുത്തുന്നു. സൗണ്ട് ക്വാളിറ്റി നല്ല രീതിയിൽ ചെക്ക് ചെയ്യും. അങ്ങനെ ധാരാളം തവണ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു സ്പീക്കറിനെ പാക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഫാക്ടറി ടിവിയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള രസകരമായിട്ടുള്ള ഫാക്ടറി മേക്കിംഗ് വീഡിയോസ് കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, സ്റ്റേ ട്യൂൺഡ്.